ആദിപരാശക്തിയായ ജഗന്മാതാവിൽ നിന്നും പ്രസരിക്കുന്ന പ്രകാശത്തിൽ ആകാശവും ഭൂമിയും മുഴുകിയതായി ധ്യാനിക്കുന്ന ഭക്തന് ത്രൈലോക്യമാകുന്ന വനിത വശംവദയാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. യാവകാബ്ധൗ നിമഗ്നാം യോ ദിവം ഭൂമിം വിചിന്തയേത് തസ്യ സർവാവശം യാതാ ത്രൈലോക്യവനിതാദ്രുത. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീ മഹാകാമേശ്വരനും കാമേശ്വരിയും ചേർന്ന് രചിച്ചിട്ടുള്ള ലളിതാത്രിശതിയിലെ അതിവിശിഷ്ടങ്ങളായ മന്ത്രങ്ങൾ മുൻപ് അവതരിപ്പിച്ചിട്ടുണ്ട്. അമ്മയുടെ പഞ്ചദശാക്ഷരി മന്ത്രത്തിലെ 10ാമത്തെ അക്ഷരമായ ലായിൽ ആരംഭിക്കുന്ന 20 നാമമന്ത്രപുഷ്പങ്ങളാണ് ഈ അധ്യായത്തിൽ അവതരിപ്പിക്കുന്നത്. ഇഷ്ടമുള്ള മന്ത്രങ്ങൾ ഏതാഗ്രഹത്തിനു വേണ്ടിയും ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു മഹാമന്ത്രധാരയാണ് ഇത്. ഓം ഐം ഹ്രീം ശ്രീം ശ്രീലളിതാംബികായൈ നമഃ. ഓം ലകാരാഘ്യായൈ നമഃ. ഓം ലതാപൂജ്യായൈ നമഃ. ഓം ലയസ്ഥിത്യുദ്ഭവേശ്വര്यै നമഃ. ഓം ലാസ്യദർശനസന്തുഷ്ടാयै നമഃ. ഓം ലാഭാലാഭവിവർജിതാयै നമഃ. ഓം ലംഘ്യേതരാജ്ഞാयै നമഃ. ഓം ലാവണ്യശാലിന്यै നമഃ. ഓം ലഘുസിദ്ധിദാयै നമഃ. ഓം ലാക്ഷാരസസവർണാഭായൈ നമഃ. ഓം ലക്ഷ്മണാഗ്രജപൂജിതാयै നമഃ. ഓം ലഭ്യേതരാयै നമഃ. ഓം ലബ്ധഭക്തിസുലഭായൈ നമഃ. ഓം ലാംഗലായുധായൈ നമഃ. ഓം ലഗ്നചാമരഹസ്തശ്രീശാരദാപരിവീജിതായൈ നമഃ. ഓം ലജ്ജാപദസമാരാധ്യായൈ നമഃ. ഓം ലംബടായൈ നമഃ. ഓം ലഘുരേശ്വര്यै നമഃ. ഓം ലബ്ധമാനായൈ നമഃ. ഓം ലബ്ധരസായൈ നമഃ. ഓം ലബ്ധസമ്പൽസമുന്നത്यै നമോ നമഃ. ഇത്രയും നാമമന്ത്രങ്ങളുടെ അർത്ഥമാണ് ഇനി പറയുന്നത്. ആദ്യ നാമം ലകാരാഖ്യ എന്നതാണ്. പഞ്ചദശാക്ഷരി മന്ത്രത്തിൻ്റെ 10ാമത്തെ അക്ഷരമായിട്ടുള്ള ലകാരം കൊണ്ട് അറിയപ്പെടുന്നവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം. ഓം ലകാരാഘ്യായൈ നമഃ. അടുത്ത നാമമന്ത്രമാണ് ലതാപൂജ്യ എന്നത്. ലതകളാൽ പൂജിക്കപ്പെടുന്നവൾ, വനദുർഗാരൂപത്തിൽ കാവിനുള്ളിൽ കുടികൊള്ളുന്ന ലളിതാ പരമേശ്വരിയെ. ലതാരൂപികളായിട്ടുള്ള വനദേവതകൾ പുഷ്പങ്ങളും ഇലകളും അർപ്പിച്ച് പൂജിക്കുന്നതായിട്ടും ഇളം തളിരുകളുള്ള ശാഖകളുടെ ചലനം കൊണ്ട് വീശുന്നതായിട്ടും ഇലകളിൽ പറ്റുന്ന മഞ്ഞുകണങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതായിട്ടും സങ്കല്പമുണ്ട്. അപ്രകാരവും ലതാപൂജ്യ എന്ന നാമം അന്വർത്ഥമാകുന്നു. വനദുർഗയായിട്ടോ ശബരീരൂപത്തിലോ വനത്തിൽ വിരാജിക്കുന്ന ശ്രീഭഗവതിയെ കാട്ടാളന്മാരും കാട്ടാള സ്ത്രീകളും ഇലകളും പൂക്കളും കായ്കളും കൊണ്ട് പൂജിക്കുന്നതായിട്ടും വ്യാഖ്യാനം കണ്ടിട്ടുണ്ട്. ലത എന്ന വാക്ക് അത്യന്തം വിനയവതികളും പരമപതിവ്രതകളുമായിട്ടുള്ള അരുന്ധതി തുടങ്ങിയ സ്ത്രീകളെ സൂചിപ്പിക്കുന്നു എന്ന് ആദിശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നു. നിത്യസുമംഗലി ആകുന്നതിനു വേണ്ടി അവർ ദേവിയെ ആരാധിക്കുന്നു. അപ്രകാരം ദീർഘസുമംഗലിത്വത്തിനു വേണ്ടി ആരാധിക്കുവാൻ യോഗ്യയായിട്ടുള്ളവൾ എന്നും ഈ നാമമന്ത്രത്തിന് അർത്ഥം വരുന്നു. ലതാരൂപത്തിൽ ആരാധിക്കപ്പെടുന്നവൾ എന്ന് വ്യാഖ്യാനിച്ചു കാണുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ലതാ ശബ്ദം കൽപ്പലതയെയാണ് കുറിക്കുന്നത്. എല്ലാ ആഗ്രഹങ്ങളും ഭക്തർക്ക് സാധിച്ചു കൊടുക്കുന്നവൾ എന്ന് അർത്ഥം വരും. ഓം ലതാപൂജ്യായൈ നമഃ. അടുത്ത നാമമന്ത്രപുഷ്പമാണ് ലയസ്ഥിത്യുദ്ഭവേശ്വരി എന്നത്. ലയം, സ്ഥിതി, ഉദ്ഭവം എന്നിവയ്ക്ക് ഈശ്വരിയായിട്ടുള്ളവൾ. ദൃശ്യപ്രപഞ്ചത്തെ ഉപാധിയാക്കി പറഞ്ഞാൽ ഉൽപ്പത്തി, സ്ഥിതി, ലയം എന്നാണല്ലോ സ്വാഭാവികമായിട്ട് പറയേണ്ടത്. ലയം എന്ന് തുടങ്ങിയതുകൊണ്ട് പ്രപഞ്ചം ബ്രഹ്മത്തെപ്പോലെ തന്നെ അനാദിയാണ് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. മുമ്പ് ഉണ്ടായിരുന്നത് ബ്രഹ്മത്തിൽ ലയിക്കുന്നു, ലയിച്ചത്
വീണ്ടും ഉണ്ടാവുകയും ചെയ്യും. ലയവും സ്ഥിതിയും ഉദ്ഭവവും പ്രപഞ്ചത്തിനും പ്രപഞ്ചത്തിലുള്ള ചരാചരങ്ങൾക്കുമാണ്. എന്നാൽ അവയ്ക്ക് ഈശ്വരിയായിട്ടുള്ള ലളിതാ പരമേശ്വരി ദേവിക്ക് ലയവുമില്ല, ഉദ്ഭവവുമില്ല. ശാശ്വതമായിട്ടുള്ള സ്ഥിതി മാത്രമാണ് ജഗദംബികയ്ക്കുള്ളത്. പ്രപഞ്ചത്തിൻ്റെ ലയവും സ്ഥിതിയും ഉൽപ്പത്തിയും ദേവിയുടെ ലീല മാത്രമാണ്. സർവസാക്ഷിണിയായി നിലകൊള്ളുന്ന ആദിപരാശക്തി ഈ വ്യാപാരങ്ങൾക്ക് എല്ലാം ഈശ്വരിയായി വർത്തിക്കുന്ന അഖണ്ഡ പരമാനന്ദ ജ്യോതിസാണ് എന്നർത്ഥം. പ്രപഞ്ച വ്യാപാരങ്ങൾക്ക് അതീതയാണ്. ജഗന്മാതാവിൽ നിന്നും പ്രപഞ്ചമുണ്ടായി. അമ്മയുടെ കാരുണ്യം കൊണ്ട് മാത്രം അത് നിലനിൽക്കുന്നു. അമ്മയിൽ തന്നെ ലയിച്ചു ചേരുന്നു, വീണ്ടും ജനിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഓം ലയസ്ഥിത്യുദ്ഭവേശ്വര്യൈ നമ എന്ന നാമം കൊണ്ട് നമസ്കരിക്കുന്നു. അടുത്ത നാമമന്ത്രമാണ് ലാസ്യ ദർശന സന്തുഷ്ട. ലാസ്യം കണ്ടു സന്തോഷിക്കുന്നവൾ എന്നാണ് അർത്ഥം. മന്ദവും സ്ത്രൈണവുമായിട്ടുള്ള ചലനങ്ങളോടു കൂടിയ നൃത്തമാണ് ലാസ്യം. സ്ത്രീകളുടെ ലാസ്യം കണ്ട് സന്തോഷിക്കുന്നവൾ എന്ന് അർത്ഥം പറയാം. പ്രപഞ്ചപ്രവർത്തനത്തെയും ലാസ്യം എന്ന പദം സൂചിപ്പിക്കുന്നുണ്ട്. നിയതവും താളബദ്ധവുമാണ് പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനം. ഓരോ ശക്തിയും നിയതമായിട്ടുള്ള അതിർത്തിക്കുള്ളിലാണ് പ്രവർത്തിക്കുന്നത്. പ്രകൃതിയുടെ പ്രവർത്തനം ലാസ്യ നൃത്തം പോലെ ശാന്തമായിട്ടാണ് നടക്കുന്നത്. അപൂർവമായിട്ട് മാത്രമാണ് പ്രകൃതി ശക്തികൾ ക്ഷോഭിക്കാറുള്ളത്. അങ്ങനെ ക്ഷോഭിക്കുമ്പോൾ അമ്മയുടെ കടാക്ഷം കൊണ്ട് ഉടനടി അത് മാറിക്കിട്ടാറുമുണ്ട്. സ്വയം പ്രവർത്തിക്കാത്ത പരാശക്തി എല്ലാ പ്രവർത്തനവും കണ്ട് രസിക്കുകയും ചെയ്യുന്നു. അപ്രകാരം പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനം കണ്ട് സന്തോഷിക്കുന്നവൾ എന്ന അർത്ഥമാണ് ഈ വാക്കിന് ചേരുന്നത്. അതുകൊണ്ട് ലാസ്യ ദർശന സന്തുഷ്ട എന്ന വാക്യം അന്വർത്ഥമാകുന്നു. ഓം ലാസ്യ ദർശന സന്തുഷ്ടായൈ നമഃ. അടുത്ത നാമമന്ത്രമാണ് ലാഭാലാഭ വിവർജിത. ലാഭവും അലാഭവും ഇല്ലാത്തവൾ എന്നാണ് സാമാന്യമായ. തൻ്റെ സ്വാധീനത്തിൽ ഇല്ലാത്തതും വേണമെന്ന് ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള കാര്യം കിട്ടുന്നതാണല്ലോ ലാഭം. ഒന്നിനു വേണ്ടി പരിശ്രമിച്ചിട്ടും അത് കിട്ടാതിരിക്കുന്നത് ലാഭം ഇല്ലാത്ത അവസ്ഥ എന്ന് പറയാം, അലാഭം എന്ന് പറയാം. ലളിതാംബികയുടെ സ്വാധീനത്തിലല്ലാത്തതായിട്ട് ഒന്നും തന്നെ ഒരിടത്തുമില്ല. എല്ലാം അമ്മയ്ക്ക് സ്വായത്തമാണെന്നർത്ഥം. എല്ലാം സ്വായത്തമാകൊണ്ട് ദേവിക്ക് ആഗ്രഹിക്കപ്പെടേണ്ടതായി ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് ലാഭാലാഭ വിവർജിത എന്ന നാമം അന്വർത്ഥമാകുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതയിൽ ഇപ്രകാരം പറയുന്നു: നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്ത ഏവ ച കർമ്മണി. എനിക്ക് കിട്ടാത്തതും കിട്ടേണ്ടതുമായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് അദ്ദേഹം തീർത്തു പറയുന്നുണ്ട് ഗീതയിൽ. ഓം ലാഭാലാഭ വിവർജിതായൈ നമഃ. അടുത്ത നാമമന്ത്രമാണ് ലംഘേതരാജ്ഞ. അലംഘ്യമായിട്ടുള്ള ആജ്ഞയുള്ളവൾ. ദേവിയുടെ ആജ്ഞകൾ ഒരിക്കലും ലംഘിക്കപ്പെടാൻ പറ്റാത്തതാണ്. പ്രപഞ്ചശക്തികളെല്ലാം അമ്മയുടെ ആജ്ഞ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതിനെ ലംഘിക്കുന്നതിന് ആർക്കും ഒന്നിനും കഴിവില്ല എന്ന് അർത്ഥം. മറ്റാരുടെയും ആജ്ഞയ്ക്ക് വിധേയല്ലാത്തവൾ എന്നും അർത്ഥമുണ്ട്. ഓരോ പരിധികൾക്ക് ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആജ്ഞാശക്തി മനുഷ്യർക്കും ദേവന്മാർക്കുമെല്ലാം ഉണ്ട്. അവയെ ലംഘിക്കുന്ന ആജ്ഞാശക്തിയാണ് അമ്മയ്ക്കുള്ളത്. അലംഘനീയ കമലാസനാജ്ഞ എന്നതുപോലെ ഉള്ള സാമാന്യ നിയമമാണ് അമ്മയുടെ ആജ്ഞ. കമലാസനാജ്ഞ, അതായത് ബ്രഹ്മാവിൻ്റെ ആജ്ഞയെയും ലംഘിക്കുന്ന തരത്തിലുള്ളതാണ് എന്ന് അർത്ഥം. ആദി ശങ്കരാചാര്യർ ഇപ്രകാരം പറയുന്നു സൗന്ദര്യലഹരിയിൽ: ജഗത്സൂതോധാത ഹരിരവതിരുദ്രക്ഷപയത്തെ തിരസ്കുർവന്നേതത്സ്വമപി വപുരീശസ്ഥിരയതി സദാ പൂർവസർവം തദിതമനുഗ്രഹ്ണാതി ച ശിവസ്തവാജ്ഞാമാലംബ്യക്ഷണചലിതയോർഭ്രൂലതികയോ. ബ്രഹ്മാവ് ലോകത്തെ സൃഷ്ടിക്കുന്നു, വിഷ്ണുവാകട്ടെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. രുദ്രൻ സംഹരിക്കുന്നു, ഈശ്വരൻ അവയെ തന്നിൽ ലയിപ്പിച്ച് തൻ്റെ ശരീരത്തെയും മറയ്ക്കുന്നു. സദാശിവൻ ജഗദംബികയുടെ ക്ഷണമാത്രം ചലിക്കുന്ന പുരികക്കൊടികളുടെ ആജ്ഞയെ ആശ്രയിച്ചുകൊണ്ട് ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ എന്നിവരെ വീണ്ടും സൃഷ്ടിക്കുകയും ചെയ്യുന്നു. സർവാനുല്ലംഘ്യ ശാസന എന്ന് ലളിതാ സഹസ്രനാമത്തിൽ വശിന്യാദി വാഗ്ദേവതകളും സ്തുതിക്കുന്നു. ഓം ലംഘേതരാജ്ഞായൈ നമഃ. അടുത്ത നാമമന്ത്രപുഷ്പമാണ് ലാവണ്യശാലിനി എന്നത്.
കാണുന്നവർക്ക് ആനന്ദം നൽകുന്ന അവയവ ഘടനാഭംഗിയാണല്ലോ ലാവണ്യം. ആ ലാവണ്യം ഉള്ളവൾ എന്നാണ് അർത്ഥം. രൂപസൗന്ദര്യത്തോടു കൂടിയവൾ എന്ന്. എല്ലാ ലാവണ്യത്തിനും ഇരിപ്പിടം അമ്മയായതുകൊണ്ട് ലളിതാ സഹസ്രനാമത്തിൽ വശിന്യാദി വാഗ്ദേവതകൾ മഹാലാവണ്യശേവധി എന്ന് ദേവിയെ സ്തുതിച്ചിട്ടുണ്ട്. സുന്ദരമായിട്ട് എന്തൊക്കെയുണ്ടോ അതിൻ്റെ എല്ലാം സൗന്ദര്യം ഉദ്ഭവിച്ചിരിക്കുന്നത് അമ്മയിൽ നിന്നുമാണ്. അമ്മയുടെ വിഭൂതിയാണ് സൗന്ദര്യമെല്ലാം. ശാശ്വതവും നിരതിശയവുമായിട്ടുള്ള ആനന്ദം കാലത്തിനും ദേശത്തിനുമെല്ലാം അതീതമായിട്ട് പ്രദാനം ചെയ്യുന്ന ശ്രീ മഹാത്രിപുരസുന്ദരിയാണ് ലളിതാംബികാദേവി. അപ്രകാരമുള്ള ലാവണ്യമുള്ളവൾ എന്നും അർത്ഥം. ഓം ലാവണ്യശാലിന്യൈ നമഃ. അടുത്ത നാമമന്ത്രം ലഘുസിദ്ധിദ എന്നതാണ്. പെട്ടെന്ന് തന്നെ സിദ്ധി നൽകുന്നവൾ എന്നാണ് ഈ നാമത്തിൻ്റെ സാമാന്യമായ അർത്ഥം. കഠിനമായിട്ടുള്ള തപസ്സും വ്രതങ്ങളും യോഗചര്യകളും കൊണ്ട് പ്രസാദിപ്പിക്കേണ്ടവളാണ് ദേവി. അതുകൊണ്ട് ദേവിക്ക് ദുർഗ എന്ന് പേരുണ്ടായി. പക്ഷേ മാതൃഭാവത്തിൽ അമ്മയെ ആരാധിച്ചു കഴിഞ്ഞാൽ അമ്മ ക്ഷിപ്രപ്രസാദിനിയാണ്. അമ്മയെന്ന് വിളിക്കുന്നതിന് മുമ്പ് തന്നെ സ്മരിക്കുന്ന മാത്രയിൽ അമ്മയുടെ കരുണാകടാക്ഷം ഉണ്ടാകും. ഇക്കാര്യം ശങ്കര ഭഗവത്പാദർ വളരെ ലളിതമായിട്ട് സൗന്ദര്യലഹരിയിൽ ഇപ്രകാരം പറയുന്നു. ഭവാനി ത്വം ദാസേ മയി വിതരദൃഷ്ടിം സകരുണാം ഇതി സ്തോതും വാഞ്ചൻ കഥയതി ഭവാനി ത്വമിതി യഃ തദൈവ ത്വം തസ്മൈ ദിശസി നിജസായുജ്യ പദവീം മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുടമകുട നീരാജിതപദാം. അല്ലയോ അമ്മേ ഭവാനി, അവിടുത്തെ ദാസനായ എന്നിൽ അമ്മയുടെ കരുണാകടാക്ഷം പതിപ്പിക്കണമേ എന്നിങ്ങനെ സ്തുതിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുവൻ ഭവാനി ത്വം എന്ന 2 വാക്ക് മാത്രം പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അവിടുന്ന് ആ ഭക്തന് വിഷ്ണു, ബ്രഹ്മാവ്, ദേവേന്ദ്രൻ തുടങ്ങിയവരുടെ കിരീടങ്ങളുടെ പ്രകാശം കൊണ്ട് നീരാജനം ചെയ്യപ്പെടുന്ന പാദങ്ങളോടുകൂടിയ സായുജ്യം പ്രദാനം ചെയ്യുന്നു. എത്ര മനോഹരമായിട്ടാണ് ഭഗവതിയുടെ അനുഗ്രഹത്തെ ശ്രീ ശങ്കര ഭഗവത്പാദർ ലളിതമായി വർണ്ണിച്ചിരിക്കുന്നത്. ലഘുസിദ്ധി എന്ന പ്രയോഗം ലഘിമ എന്ന സിദ്ധിയെയും സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അഷ്ടസിദ്ധികളെയും നൽകുന്നവൾ എന്ന അർത്ഥവും ഇവിടെ വരുന്നുണ്ട്. അഷ്ടസിദ്ധികൾക്കും ഉപരിയായിട്ടുള്ള ദേവീ സായുജ്യവും എളുപ്പത്തിൽ തന്നെ ഭക്തർക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ടും ജഗദീശ്വരിയായിട്ടുള്ള അമ്മ ലഘുസിദ്ധിതയായി മാറുന്നു. ഓം ലഘുസിദ്ധിദായൈ നമഃ. അടുത്ത നാമമന്ത്രമാണ് ലാക്ഷാരസ സവർണാഭ എന്നത്. ചെമ്പഞ്ഞിച്ചാറിൻ്റെ നിറമുള്ള ശരീര ശോഭയോട് കൂടിയവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ സാമാന്യമായ അർത്ഥം. അരുണവർണ്ണത്തോടുകൂടി, അതായത് ചുവന്ന വർണ്ണത്തോടുകൂടി അമ്മയെ ധ്യാനിക്കുന്നത് സർവ സമ്പൽ സമൃദ്ധിക്ക് ഏറ്റവും ഉത്തമമാണ്. ലളിതാ സഹസ്രനാമത്തിലും ഇതേ അർത്ഥം വരുന്ന നിരവധി നാമങ്ങൾ കാണാവുന്നതാണ്. ഉദ്യദ്ഭാനുസഹസ്രാഭ നിജാരുണ പ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ഡമണ്ഡല പത്മരാഗശിലാദർശ പരിഭാവിക പോലഭു തുടങ്ങി നിരവധി നാമങ്ങൾ ലളിതാ സഹസ്രനാമത്തിൽ വശിന്യാദി വാഗ്ദേവതകൾ അമ്മയ്ക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്. ആദിപരാശക്തിയായ ജഗദംബികയിൽ നിന്നും പ്രസരിക്കുന്ന ലാക്ഷാരസവർണ്ണമുള്ള പ്രകാശത്തിൽ ആകാശവും ഭൂമിയും മുഴുകിയതായിട്ട് ധ്യാനിക്കുന്നവന് ത്രൈലോക്യമാകുന്ന വനിത വശംവദയായിത്തീരും എന്ന് ദേവീതന്ത്രങ്ങൾ പറയുന്നു. ഓം ലാക്ഷാരസവർണാഭായൈ നമഃ. അടുത്ത നാമമന്ത്രമാണ് ലക്ഷ്മണാഗ്രജ പൂജിത എന്നത്. ലക്ഷ്മണൻ്റെ അഗ്രജനാണ് ശ്രീരാമൻ. ശ്രീരാമനാൽ പൂജിക്കപ്പെട്ടവൾ. ശ്രീരാമനായിട്ട് ഭഗവാൻ മഹാവിഷ്ണു അവതരിച്ചപ്പോൾ രാമേശ്വരത്ത് നടത്തിയ ശിവലിംഗ പ്രതിഷ്ഠ പുരാണപ്രസിദ്ധമാണ്. ശിവശക്തികൾ തമ്മിൽ ഭേദമില്ലാത്തതുകൊണ്ട് ശിവപൂജയിൽ ശക്തിപൂജയും ശക്തിപൂജയിൽ ശിവപൂജയും ഉൾക്കൊണ്ടിരിക്കുന്നു. ഓം ലക്ഷ്മണാഗ്രജ പൂജിതായൈ നമഃ. അടുത്ത നാമമന്ത്രമാണ് ലഭ്യേതര. ലഭ്യമായവയിൽ നിന്ന് വ്യത്യസ്തയായിട്ടു ഉള്ളവൾ എന്നാണ് സാമാന്യമായ അർത്ഥം. ആചാര്യന്മാർ സാക്ഷാത്കാരത്തിന്, അതായത് ഈശ്വര സാക്ഷാത്കാരത്തിനായിട്ട് പല മാർഗങ്ങളും നിർദ്ദേശിച്ചിട്ടുണ്ട്. ശ്രവണം, മനനം, ധ്യാനം, പഠനം, യോഗസാധനകൾ, സ്തോത്രം എന്നിങ്ങനെ നിരവധിയുണ്ട്. ഇതിൽ ഏത് മാർഗത്തിലൂടെ ആത്മതത്വം ഗ്രഹിച്ചാലും അതിനപ്പുറത്തായിരിക്കും യാഥാർത്ഥ്യമായിട്ടുള്ള ഉണ്മ. സായുജ്യപ്രാപ്തി ഉണ്ടാകുന്നതുവരെയുള്ള അവസ്ഥയാണിത്. കൈവല്യമാകുന്ന, അതായത് മോക്ഷപ്രാപ്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വ്യക്തി ഇല്ല. ശരീരബദ്ധമായിട്ടുള്ള ആത്മാവ് എത്രത്തോളം വളർന്നാലും അതിനപ്പുറമാണ് ആദിപരാശക്തിയായിട്ടുള്ള ലളിതാ പരമേശ്വരി.
ഈ പറഞ്ഞ ആരാധനാ സമ്പ്രദായങ്ങളും ഉപാസനാരീതികളും അമ്മയുടെ നേർക്ക് ഉപാസകനെ നയിക്കുന്നു. എന്നാൽ അവയിൽ നിന്ന് ലഭിക്കുന്ന അറിവും സിദ്ധികളുമെല്ലാം അമ്മയുടെ വിഭൂതികളുടെ അല്പമായിട്ടുള്ള അംശങ്ങൾ മാത്രമാണ്. ആത്മസ്വരൂപം പൂർണ്ണമായിട്ട് ഗ്രഹിച്ചു കഴിഞ്ഞാൽ, അറിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ദേവിയിൽ തന്നെ ലയിച്ചു ചേരുന്നു. അതായത് ദേവിയായി തന്നെ മാറുന്നു. വ്യക്തിക്ക് ലഭിക്കുന്ന ആത്മജ്ഞാനത്തിനും അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ലഭ്യേതരായ എന്ന് അമ്മയെ വിശേഷിപ്പിച്ചിരിക്കുന്നു. ഓം ലഭ്യേതരായൈ നമഃ. അടുത്ത നാമമന്ത്ര പുഷ്പമാണ് ലബ്ധഭക്തി സുലഭായ എന്നത്. ഭക്തി കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ പ്രാപിക്കാവുന്നവൾ എന്നാണ് അർത്ഥം. തൊട്ടുമുമ്പുള്ള, അതായത് ലഭ്യതരായ എന്ന നാമത്തിൽ ഏതെല്ലാം രീതിയിലുള്ള ഉപാസനകളിൽ ഏർപ്പെട്ടാലും ലളിതാംബികാദേവിയെ പൂർണ്ണമായിട്ട് അറിയാനോ പ്രാപിക്കാനോ എളുപ്പമല്ല എന്നാണ് സൂചിപ്പിച്ചത്. എന്നാൽ ഈ നാമത്തിൽ അതിനുള്ള മാർഗമാണ് പറഞ്ഞു തരുന്നത്. ഭക്തി കൊണ്ട് ജഗന്മാതാവായിട്ടുള്ള ലളിതാ പരമേശ്വരിയെ എളുപ്പത്തിൽ പ്രാപിക്കാവുന്നതാണ്. ഭക്തന്മാർക്ക് ദേവി പെട്ടെന്ന് പ്രാപ്യമാകുന്നവളാണ് എന്ന് ഈ നാമത്തിലൂടെ വ്യക്തമാകുന്നു. ഓം ലബ്ധഭക്തി സുലഭായൈ നമഃ. അടുത്ത നാമമന്ത്രമാണ് ലാംഗലായുധ എന്നത്. ലാംഗലം ആയുധമായിട്ടുള്ളവൾ. കലപ്പ എന്നാണ് ലാംഗലം എന്ന വാക്കിന് അർത്ഥം. കലപ്പ ആയുധമായിട്ട് ഉള്ളത് ബലരാമനാണ്. ആദിശേഷൻ്റെ അവതാരവുമാണ്. ആദിശേഷൻ്റെ സ്വരൂപത്തിൽ ഉള്ളവൾ എന്നും അർത്ഥമുണ്ട്. സർവപ്രപഞ്ചങ്ങളെയും താങ്ങുന്ന അനന്തമായിട്ടുള്ള ബ്രഹ്മസ്വരൂപമാണ് ആദിശേഷൻ. വലിച്ചടുപ്പിക്കാനും പിളർക്കാനുമുള്ള ആയുധമാണല്ലോ കലപ്പ. മഴയും വെയിലുമൊക്കെ ഏറ്റ് കട്ട പിടിച്ച ഭൂമിയെ ഇളക്കി കൃഷിക്ക് പറ്റിയ രീതിയിൽ സജ്ജമാക്കുന്ന കലപ്പയുടെ സ്വഭാവം ദേവിയുടെ ആയുധമായിട്ടാണ് കൽപ്പിച്ചിരിക്കുന്നത്. കാമക്രോധാദികൾ കൊണ്ട് കട്ട പിടിച്ച മനസ്സിൻ്റെ കടുപ്പം ഇളക്കി മറിച്ച ഈശ്വര ചിന്തയുടെ ബീജം അവിടെ സ്ഥാപിക്കുന്നതിന് അമ്മയുടെ ആ സ്മരണ ഉപകരിക്കും എന്നും ലാംഗലായുധം കൊണ്ട് ദേവി ഭക്തനെ തന്നിലേക്ക് വലിച്ചടുപ്പിക്കുന്നു എന്നും വ്യംഗ്യമായിട്ട് ഈ നാമമന്ത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഓം ലാംഗലായുധായൈ നമഃ. അടുത്ത നാമമന്ത്രമാണ് ലഗ്നചാമര ഹസ്ത ശ്രീ ശാരദാ പരിവീജിത. കയ്യിൽ ചാമരം ഏന്തിയ ശ്രീദേവിയാലും ശാരദാദേവിയാലും വീശപ്പെടുന്നവൾ എന്നാണ് അർത്ഥം. ആദിലക്ഷ്മിയും പരമേശ്വരിയായിട്ടുള്ള ലളിതാംബികാദേവി വലത്തെ കണ്ണുകൊണ്ട് ബ്രഹ്മാവിനെയും ഇടത്തെ കണ്ണുകൊണ്ട് വിഷ്ണുദേവനെയും കടാക്ഷിച്ചു. ആ നോട്ടങ്ങളിൽ നിന്നും ശ്രീ സരസ്വതിയും ശ്രീ മഹാലക്ഷ്മിയും ഉത്ഭവിച്ചു എന്ന് ലളിതോപാഖ്യാനത്തിൽ കഥ പറയുന്നുണ്ട്. അവർ രണ്ടുപേരും ഗംഗ യമുന എന്ന ദേവിമാരിൽ നിന്നും ചാമരങ്ങൾ വാങ്ങി രത്നകങ്കണങ്ങൾ അണിഞ്ഞ കൈകൾ കൊണ്ട് വീശി ദേവിയെ സേവിച്ചു. ആ കഥയെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഐശ്വര്യദേവതയായ മഹാലക്ഷ്മിയും കലാദേവതയായിട്ടുള്ള സരസ്വതി ദേവിയും ചാമരമേന്തി ദേവിയെ പരിചരിക്കുന്നു. ലളിതാംബിക ദേവിയുടെ കരുണാകടാക്ഷത്തിന് പാത്രമാകുന്ന ഭാഗ്യവാന് ഭക്തന് ഈ രണ്ട് ദേവിമാരുടെയും അനുഗ്രഹം ഉണ്ടാവുക തന്നെ ചെയ്യും. ദേവി ഉപാസകന് ഐശ്വര്യവും കലാസിദ്ധികളും ഉണ്ടാകുമെന്നർത്ഥം. ഓം ലഗ്നചാമര ഹസ്തശ്രീ ശാരദാപരിവീജിതായൈ നമഃ. അടുത്ത നാമമന്ത്രമാണ് ലജ്ജാപദ സമാരാധ്യ. ലജ്ജാപദം എന്നാൽ അന്ധക്കരണം. അന്ധക്കരണം കൊണ്ട് ആരാധിക്കപ്പെടേണ്ടവൾ എന്നാണ് അർത്ഥം. അവിഹിതമായിട്ടുള്ള എന്തെങ്കിലും ചെയ്യുകയും അത് അന്യർ അറിയുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപമാനബോധമാണല്ലോ ലജ്ജ. മുഖപ്രസാദം കുറയുക, ചൂളിപ്പോവുക തുടങ്ങിയവ ആണ് അതിൻ്റെ ബാഹ്യമായിട്ടുള്ള ലക്ഷണങ്ങൾ. കാമം, സങ്കല്പം, ശ്രദ്ധ, അശ്രദ്ധ, നാണം, ഭീതി തുടങ്ങിയവയൊക്കെ അന്ധക്കരണ വ്യാപാരങ്ങളാണ്. അന്ധക്കരണം കൊണ്ട് ആരാധിക്കപ്പെടേണ്ടവൾ എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം. ആരാധന ബാഹ്യവും ആഭ്യന്തരവുമാകാവുന്നതാണ്. ചിത്രം, വിഗ്രഹം തുടങ്ങിയ പ്രതീകങ്ങളിൽ ഈശ്വര സാന്നിധ്യം സങ്കല്പിച്ച് പൂജിക്കുന്നതിനെ ബാഹ്യപൂജ എന്ന് പറയും. തൻ്റെ ഉള്ളിൽ തന്നെയാണ് ദേവതാ സാന്നിധ്യം എന്നറിഞ്ഞുകൊണ്ട് അന്ധക്കരണങ്ങൾ കൊണ്ട് ആരാധിക്കുന്നത് ആഭ്യന്തര പൂജയാണ്. ലൗകികരും വിഷയാസക്തരുമായിട്ടുള്ള സാധാരണക്കാർക്ക് എളുപ്പം ബാഹ്യപൂജയാണ്. കാലക്രമേണ അത് ആഭ്യന്തര പൂജയായി മാറുകയും ചെയ്യും. ബാഹ്യപൂജയോടൊപ്പം ആഭ്യന്തര പൂജയും ഏകോപിച്ച് നടത്താനും അഭ്യാസം കൊണ്ട് സാധിക്കുന്നതാണ്. രണ്ടിലും ഏറ്റവും അധികം ശ്രേഷ്ഠം ആഭ്യന്തര പൂജ തന്നെയാണ്. അന്തർമുഖ സമാരാധ്യ, ബഹിർമുഖ സുദുർലഭ എന്നീ രണ്ട് നാമങ്ങൾ കൊണ്ട് ലളിതാ സഹസ്രനാമത്തിൽ വശിന്യാദി വാഗ്ദേവതകൾ ഇതേ കാര്യം തന്നെ സൂചിപ്പിച്ചിട്ടുമുണ്ട്. അന്തർമുഖമായി ആരാധിക്കപ്പെടേണ്ടവളാണ് ലളിതാംബിക. ലജ്ജാപദം എന്ന പദത്തെ ജീവിതചക്രം എന്ന് ശങ്കരഭാഷ്യം വ്യാഖ്യാനിച്ചിട്ടുണ്ട്. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം എന്നിവയ്ക്കൊക്കെ വിധേയമായി ജീവിക്കവേ തന്നെ പുണ്യപരിഭാഗം കൊണ്ട് ലളിതാദേവിയുടെ നേർക്ക് മനസ്സ് തിരിയുമ്പോൾ ബാഹ്യപൂജാക്രമങ്ങൾ സ്വീകരിച്ച് പൂജ നടത്തുന്നത് ജീവിത വിജയത്തിന് സഹായിക്കും. യാഗം, ഹോമം, ക്ഷേത്രാരാധന എന്നിങ്ങനെയൊക്കെയുള്ള ബാഹ്യപൂജാവിധികളാൽ ആരാധിക്കപ്പെടേണ്ടവൾ എന്ന് ഇങ്ങനെ നോക്കുമ്പോൾ വ്യാഖ്യാനിക്കാവുന്നതാണ്.
സ്വീകരിക്കുന്ന ആരാധനാക്രമം ഏതായാലും ജഗജനനിയുടെ നേർക്ക് മനസ്സ് ഉന്മുഖമാകുന്നു എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം. അതാണ് പ്രധാനവും. ഓം ലജ്ജാവത സമാരാധ്യായൈ നമഃ. അടുത്ത നാമമന്ത്രമാണ് ലംബട. താൽപ്പര്യം, സാമർഥ്യം എന്നിവയാണ് ഈ പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. സൃഷ്ടി സ്ഥിതി സംഹാര രൂപമായിട്ടുള്ള പ്രപഞ്ച പ്രവർത്തനത്തിൽ തൽപരയും സമർത്ഥയുമാണ് അമ്മ. ഭക്തരുടെ ആരാധന കൊണ്ട് സന്തുഷ്ടിയായി അവരെ തന്നിലേക്ക് നയിക്കുന്നവൾ, കർമ്മങ്ങൾക്ക് ഫലം നൽകുന്നതിൽ താൽപ്പര്യമുള്ളവൾ എന്നുമൊക്കെ ഇതിന് അർത്ഥം വരുന്നു. രമണലംബട എന്ന് ലളിതാ സഹസ്രനാമം പറയുന്നുണ്ട്. ശ്രീ പരമേശ്വരനിൽ മാത്രം തൽപരയായിട്ടുള്ളവൾ എന്നാണ് അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം ഉണ്ടാവുക. ലം എന്നത് പൃഥ്വിവാചകമായിട്ടുള്ള ബീജമന്ത്രമാണ്. പടം എന്നതിന് ആവരണം എന്നും അർത്ഥമുണ്ട്. ലം എന്ന ബീജാക്ഷരം ജഗത്തിനെയും പട എന്ന ശബ്ദം മായയെയും സൂചിപ്പിക്കുന്നു. ശങ്കരഭാഷ്യത്തിലാണ് ഇങ്ങനെ കാണുന്നത്. ജഗത്തിൻ്റെ രൂപത്തിൽ കാണപ്പെടുന്ന മായാവരണം ലളിതാംബികാദേവി തന്നെയാണ് എന്ന് ഈ പക്ഷത്തിൽ അർത്ഥം പറയാവുന്നതാണ്. ജഗത്തിൻ്റെ രൂപമായിട്ടുള്ള പൃഥ്വിതത്വത്തിൽ തന്നെ മറച്ചിരിക്കുന്നവൾ മഹാമായാസ്വരൂപിണി. ഓം ലംബടായൈ നമഃ. അടുത്ത നാമമന്ത്രമാണ് ലഘുലേശ്വരി. ലഘുലത്തിന് ഈശ്വരിയായിട്ടുള്ളവൾ. കു എന്നതിന് പൃഥ്വി എന്നർത്ഥമുണ്ട്. പൃഥ്വി ജഗത്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ജഗത്ത് ഏതിലാണോ ലയിക്കുന്നത് അത് കുലം. മായയാകുന്ന ഉപാധിയോടുകൂടിയ ചൈതന്യം കുലം. കുലം ഏതിൽ ലയിക്കുന്നുവോ അത് ലകുലം. അതിന് ഈശ്വരിയായിട്ടുള്ളവൾ, ജഗത്തിന് കാരണവും ജഗത്തിൻ്റെ ലയനസ്ഥാനവുമായിട്ടുള്ള പരബ്രഹ്മം രൂപമായിട്ടുള്ളവൾ ലകുളേശ്വരി. ഇങ്ങനെയാണ് ശങ്കരഭാഷ്യം പറയുന്നത്. കുലം എന്നതിന് മൂലാധാരം തൊട്ട് സഹസ്രാരം വരെയുള്ള കുണ്ഡലിനീപദം എന്നും അർത്ഥം വരുന്നുണ്ട്. ആധാരചക്രങ്ങളെയും അവയെ ബന്ധിക്കുന്ന സുഷുമ്ന, ഇട, പിംഗല എന്നീ നാഡികളെയും അവയിൽ നിന്നും പിരിഞ്ഞ് ശരീരമാകെ വ്യാപിക്കുന്ന നാഡീപടലികളെയുമൊക്കെ ഈ പദം സൂചിപ്പിക്കുന്നു. കുലം ഏതിൽ ലയിക്കുന്നുവോ അത് ലകുലം. ശരീരത്തിൻ്റെ അഥവാ പിണ്ഡാണ്ഡത്തിൻ്റെ കേന്ദ്രമായി വർത്തിക്കുകയും ശരീരമാകെ വ്യാപിച്ച് വിഷ്ണുവിൻ്റെ സ്വരൂപത്തിൽ സംരക്ഷിക്കുകയും ചെയ്യുന്ന കുണ്ഡലിനി ചൈതന്യം ശരീരം നശിക്കുമ്പോൾ മൂലപ്രകൃതിയിൽ ലയിക്കുന്നു. മൂലപ്രകൃതിയും ഈശ്വരിയായിട്ടുള്ള പരാശക്തി തന്നെയാണ്. ജഗത്ത് നശിക്കുന്ന മഹാപ്രളയകാലത്ത് സൃഷ്ടിക്കപ്പെട്ടതെല്ലാം ജലത്തിൽ ലയിക്കുന്നു. ആ ജലം ദേവിയിൽ ലയിക്കുന്നു. കുലത്തിന് സജാതീയ ഗണം എന്ന് അർത്ഥമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ വൃക്ഷങ്ങളും ജീവികളും അഗ്നികളും ജലപാളികളും തേജസ്സുകളുമെല്ലാം പരാശക്തിയിൽ തന്നെ വിലയം പ്രാപിക്കുന്നു. എല്ലാ സജാതീയ ഗണങ്ങൾക്കും ലയസ്ഥാനമാകുമ്പോൾ ലഘുലേശ്വരിയാകുന്നു. ഓം ലഘുലേശ്വരിയൈ നമഃ. അടുത്ത നാമമന്ത്രമാണ് ലബ്ധമാന. ലബ്ധമായിട്ടുള്ള മാനത്തോടു കൂടിയവൾ. മാന ശബ്ദത്തിന് പൂജ എന്നും അർത്ഥമുണ്ട്. സർവ്വരാലും പൂജിക്കപ്പെടുന്നവൾ എന്നാണ് അർത്ഥം വരിക. വിദ്യ, ഐശ്വര്യം, സുഖം, തൃപ്തി, മോക്ഷം എന്നിങ്ങനെ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനു വേണ്ടി സ്തോത്രം, മന്ത്രം, ധ്യാനം, യജ്ഞം തുടങ്ങിയ യോഗരീതികളെയൊക്കെ അവലംബിച്ച് പലതരത്തിൽ മനുഷ്യർ അർപ്പിക്കുന്ന ആരാധനയൊക്കെ അമ്മ സ്വീകരിക്കുന്നു. അപ്രകാരം ആരാധിക്കുന്നവർക്ക് ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നവളാണ് ലളിതാംബിക എന്ന് പ്രസിദ്ധമാണല്ലോ. അപ്രകാരം പ്രസിദ്ധി ലഭിച്ചവൾ എന്നും വ്യാഖ്യാനിക്കാം. മാനത്തിന് അളവ് എന്നും അർത്ഥമുണ്ടല്ലോ. അരൂപമായിട്ടുള്ള മഹാചൈതന്യത്തെ അളക്കാനാവില്ല. അതുകൊണ്ട് പരാശക്തിയായ ലളിതാംബിക അളവിന്, അതായത് മാനങ്ങൾക്ക് അതീതയാണ്. ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ജീവികളുമെല്ലാം അമ്മയുടെ സ്വരൂപം തന്നെയാണ്. ദൃശ്യപ്രപഞ്ചത്തിൽ ചേതനവും അചേതനവുമായി കാണപ്പെടുന്നവയെ രൂപാദികളായിട്ടുള്ള ഗുണങ്ങൾ തോതാക്കിയിട്ട് മാനം ചെയ്യാൻ അളക്കാൻ കഴിയും. അളക്കാനാകാത്തതായിട്ട് പരാശക്തി മാത്രമാണുള്ളത്. പരാശക്തി വസ്തുക്കളായും ജീവികളായും രൂപം കൊള്ളുമ്പോൾ അളവ് ഉള്ളതായിത്തീരുന്നു. ലബ്ധമാനയായിട്ടുള്ള ദേവി തന്നെയാണ് പ്രപഞ്ചം. പ്രപഞ്ചത്തെ ആധാരമാക്കി മാത്രമേ നമുക്ക് ദേവിയെ സങ്കല്പിക്കാൻ സാധിക്കുകയുള്ളൂ. മാനശബ്ദത്തിന് അഭിമാനം, അഹങ്കാരം എന്നും അർത്ഥമുണ്ട്. ജീവികളായും വസ്തുക്കളായും രൂപം കൊള്ളുമ്പോൾ നാമം, രൂപം, രസം, ഗന്ധം തുടങ്ങിയിട്ടുള്ള ഗുണങ്ങളുണ്ടാകും. ആ ഗുണങ്ങൾ തൻ്റേതാണ്, താനാണ് എന്നുള്ള ബോധത്തെ പലപ്പോഴും ഉണ്ടാക്കുകയും ചെയ്യും. ശരീരത്തെ താനാണ് എന്ന് ധരിക്കുന്ന ആത്മാവ് തന്നെയാണ് അതിനുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉദാഹരണം. അപ്രകാരം മാനം സ്വീകരിക്കുന്നത്
പരമമായിട്ടുള്ള ചൈതന്യം തന്നെയാകുന്നു. അപ്രകാരമുള്ള അഭിമാനവും അഹങ്കാരവും സ്വീകരിച്ചവൾ എന്നും ഇവിടെ വ്യാഖ്യാനം വരുന്നുണ്ട്. ഓം ലബ്ധമാനായൈ നമഃ. അടുത്ത നാമന്ത്രമാണ് ലബ്ധരസ എന്നത്. ലബ്ധമായിട്ടുള്ള രസത്തോടു കൂടിയവൾ. രസത്തിന് പല അർത്ഥങ്ങളുണ്ട്. അവയെല്ലാം ഇതിൽ യോജിക്കുന്നതാണ്. എല്ലാ രസവും ആനന്ദം നൽകുന്നതാണ്. പരമമായിട്ടുള്ള ആനന്ദം പ്രാപിച്ചവൾ. സദാശിവനുമായി ഐക്യം പ്രാപിച്ചിരിക്കുന്ന ലളിതാദേവി പരമേശ്വരി ദേവി ആനന്ദമയിയാണ്. അനുഭൂതിയുടെ തലത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നവരസങ്ങളും ലഭിച്ചവൾ എന്ന് വ്യാഖ്യാനിക്കാം. ശൃംഗാരം, കരുണം, വീരം, രൗദ്രം, ഹാസ്യം, ഭയാനകം, ബീഭത്സം, അത്ഭുതം, ശാന്തം എന്നീ നവരസങ്ങൾ. ഇവയിൽ നിന്നും രതി, ഉത്സാഹം, ശോകം, വിസ്മയം, ക്രോധം, ഭയം, ജുഗുപ്സ, ഹാസം, ശമം എന്നിങ്ങനെയുള്ള സ്ഥായി ഭാവങ്ങളും ഉണ്ടാകുന്നു. ഇവയിൽ നിന്ന് എല്ലാം ഉണ്ടാകുന്നത് ആത്യന്തികമായിട്ട് ആനന്ദം തന്നെയാണ് ഉണ്ടാകുന്നത്. കലകളിലെ രസം അനുഭവിക്കുന്നവൾ, കലകളിൽ രസമായിട്ട് വർത്തിക്കുന്നവൾ എന്ന് വ്യാഖ്യാനിക്കാവുന്നതാണ്. നാവ് കൊണ്ട് തിരിച്ചറിയേണ്ട മധുരം, അമ്ളം തുടങ്ങിയ കാര്യങ്ങളെയും രസം എന്ന ശബ്ദം സൂചിപ്പിക്കുന്നുണ്ട്. ഭക്ഷണവസ്തുക്കളിൽ വേണ്ട വിധത്തിൽ ഈ രസങ്ങൾ ചേരുമ്പോൾ ഭക്ഷണത്തിന് നല്ല രുചിയുണ്ടാകും. ആത്യന്തികമായി ഇതും ആനന്ദം തന്നെയാണ് നൽകുന്നത്. ഭക്തന്മാർ ആദരപൂർവം അമ്മയ്ക്ക് നൽകുന്ന നൈവേദ്യങ്ങൾ കാരുണ്യത്തോടുകൂടി സ്വീകരിച്ചുകൊണ്ട് അവയുടെ രസം സ്വീകരിച്ചവളി എന്നും ആ അർപ്പണത്തിന് പ്രേരകമായിട്ടുള്ള ഭക്തി ഉൾക്കൊള്ളുന്നവളി എന്നും ഈ നാമത്തിന് അർത്ഥം പറയാം. ഓം ലബ്ധരസായൈ നമഃ. അടുത്ത നാമമന്ത്രമാണ് ലബ്ധസമ്പൽ സമുന്നതി. അവസാനത്തെ നാമമന്ത്രമാണ്, അതായത് 20ാമത്തെ നാമം. സമ്പത്തിൻ്റെ സമുന്നതിയെ പ്രാപിച്ചവൾ എന്നാണ് ഈ നാമത്തിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം. അമ്മയുടെ കരുണാകടാക്ഷത്തിന് പാത്രമാകുന്ന ഭക്തന് എല്ലാ സമ്പത്തുകളുടെയും പരമമായിട്ടുള്ള പദം അനായാസേന തന്നെ ലഭിക്കുന്നതാണ്. ഭൗതിക സമ്പത്തുകളാണ് അയാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതും കാലക്രമത്തിൽ ശാശ്വതമായിട്ടുള്ള ചിദാനന്ദാനുഭൂതിയും ഉണ്ടാകുന്നു. ഏതു വിധത്തിലുള്ള ഉപാസനാരീതി സ്വീകരിച്ചാലും ജഗജനനിയായിട്ടുള്ള ജഗദംബയുടെ നേർക്ക് മനസ്സ് തിരിഞ്ഞു കഴിഞ്ഞാൽ മാത്രം മതി. സർവ്വസമ്പത്തുകളുടെയും സമുന്നതി സ്വാഭാവികമായി ആ ഭക്തന് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഓം ലബ്ധസമ്പൽ സമുന്നത്यै നമഃ. ശ്രീ പഞ്ചദശാക്ഷരി മന്ത്രത്തിൻ്റെ 10ാമത്തെ അക്ഷരമായിട്ടുള്ള ലകാരത്തിൽ ആരംഭിക്കുന്ന 20 നാമങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. 11ാമത്തെ അക്ഷരമാണ് ഹ്രീം എന്നത്. ഹ്രീം എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന 20 നാമങ്ങൾ മറ്റൊരധ്യായത്തിൽ അവതരിപ്പിക്കാം. അതിവിശിഷ്ടമായ ഈ നാമമന്ത്രങ്ങൾ കഴിയുന്നത്ര ആളുകളിൽ എത്തിക്കുക. എല്ലാവരിലും ആദിപരാശക്തിയായ മഹേശ്വരി അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.